കാരണം നമ്മൾ കൂടുതൽ സമയം ഷൂട്ടിംഗ്. Hi, man of the year. Congratulations. Ninjada, you're so deserving of this award. വന്നു പോയി കഴിഞ്ഞാൽ ഒരു പേമാരി വന്ന് പോണ പോലെയാണ്, ഫുൾ ടൈം ബഹളമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പീസ് ഉണ്ട്, സമാധാനമുണ്ട്. Twin Birds JFW Movie Awards 2026. Title sponsor Twin Birds. Wear it, feel it, love it. Powered by Mrudu Towels from Ramraj. Super soft, super absorbent. Shakti Masala. 49 வருடங்களாய் உங்களுடன். Shakti Masala. இல்லங்களில் உள்ளங்களில். Strength partner Kaveri TMT Bars and Structural. கம்பீரத்தின் அடையாளம். Wardrobe partner Ramyam Sarees and Kurtis from the House of Ramraj. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ലാൽ സാറിനോട് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത്. കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഒരുമിച്ച് ചെയ്യാന്നുള്ള പലപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ റൈറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ആയിട്ടില്ല. അടിപൊളിയായിരിക്കും. The Twin Birds JFW Movie Awards 2026 அடுத்தபடியாக இந்த அரங்கத்துக்குள்ள we're going to be welcoming, ladies and gentlemen, a sensation himself, Nivin Pauly அவர்கள். ஒரு பெரிய கைதட்டலோட let's welcome Nivin Pauly. JFW Movie Awards 2026. The next category is going to be very special. JFW Award നിശയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു കാറ്റഗറിയാണ് മാൻ ഓഫ് ദി ഇയർ. കഴിഞ്ഞ വർഷം സിനിമയുടെ ബോർഡറുകളിൽ മറികടന്ന് പ്രേക്ഷകരുടെ മനസ്സിലും ചരിത്രത്തിലും അടയാളം കുറിച്ച കഥാപാത്രങ്ങളെ ജീവൻ കൊടുത്ത പ്രതിഭ. Ladies and gentlemen, next is going to be the man of the year Malayalam, and to present the award, let me welcome Akhil Satyan, the sensational director of Malayalam film industry, onto the stage, please. I also like to welcome Mr. K.R. Nagarajan, the culturepreneur, founder and chairman of Ramraj Cotton. Hello, sir. നമസ്കാരം. ഹലോ, ഹായ്. വളരെ ഒരു സ്പെഷ്യലായ ഒരു കാറ്റഗറിക്കാണ് ഇപ്പോൾ നമ്മൾ അവാർഡ് നൽകാൻ പോകുന്നത്. സോ അതിനു മുന്നേ സാറിൻ്റെ സർവ്വമയൻ്റെ ഹിറ്റിനെ കുറിച്ച് എന്തായാലും സംസാരിക്കണം. റിലീസായപ്പോൾ തിയേറ്ററുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോൾ OTTയിൽ റിലീസായതിൻ്റെ ശേഷം അതും ഒരുപാട് ഹിറ്റ്. ഐ തിങ്ക് എല്ലാ സ്ഥലത്തും ഇപ്പോൾ വന്നിട്ട് സർവ്വമയാണ്. ഹൗ ഡസ് ഇറ്റ് ഫീൽ? Feels surreal basically. We all were happy making this film and we are glad that the film fetched that happiness back. ഓഫ് കോഴ്സ്, ലൈക്ക് ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും പേടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാം. ഇൻഫാക്ട് കോമഡി കൂടിയും പിന്നീട് വരാൻ തുടങ്ങി അങ്ങനത്തെ ഒരു ജോണറിൽ. പക്ഷേ ഒരു ഫീൽ ഗുഡ് ആയ ഒരു ഹൊറർ മൂവി, ഐ തിങ്ക് മനസ്സിലൊരു കുളിർമ ആ സിനിമ കാണുമ്പോൾ. ആൻഡ് ടു സീ നിവിൻ ആഫ്റ്റർ സോ ലോങ് ടൈം ഭയങ്കര ലൈവ്ലി ആയിട്ട് ഞങ്ങൾ ആദ്യം കണ്ട് എൻജോയ് ചെയ്ത നിവിനെ ഈ ഒരു സിനിമയിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റി. ആൻഡ് സർപ്രൈസ് ആയിട്ട് ഡെലുലു ആ ഒരു ക്യാരക്ടറും. ഹൗ ഡിഡ് ദാറ്റ് ഓൾ ഹാപ്പൻ? ഞാനും നിവിനും പേടിയാണ്. വി ബോത്ത് ആർ സ്കെയർഡ് ഓഫ് ഹൊറർ ഫിലിംസ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു പ്രേത സിനിമ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിനകത്ത് പക്ഷേ കുറേ ഹാപ്പി ആക്സിഡൻറ്റ് സംഭവിച്ചു. റൈറ്റ് ഫ്രം നിവിൻ, റിയ. വൺസ് തുടങ്ങിയപ്പോൾ തന്നെ ഇറ്റ്സ് മച്ച് ലൈക്ക് ഓൾ ബ്ലെസ്സിങ് ഹാപ്പൻ ടുഗദർ ഇവൻച്വലി ആൻഡ് ഇറ്റ് സ്റ്റിൽ ഹാപ്പനിങ്. ആക്ച്വലി താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പഴയ നിവിനെ തിരിച്ചും വീണ്ടും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്ലേവറിൽ തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ടു പ്രസന്റ് ദ നെക്സ്റ്റ് അവാർഡ് കാറ്റഗറി, വിച്ച് ഇസ് എ മാൻ ഓഫ് ദ ഇയർ മലയാളം. And the winner, Twin Birds JFW Movie Awards 2026. JFW is proud to present Nivin Pauly, the Man of the Year Award. put your hands together for the man of the year, Nivin Pauly. Welcome to JFW Awards 2026.
വളരെ സ്പെഷ്യലായ ഒരു കാറ്റഗറിയാണ് ബിക്കോസ് മാൻ ഓഫ് ദി ഇയർ ഓരോ കൊല്ലം ഈ ഒരു കാറ്റഗറിയിൽ ആരാണ് വിൻ ചെയ്യുന്നതെന്ന് നോക്കാൻ തന്നെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് ആൻഡ് ദിസ് യു യു വോൺ ആൻഡ് ദാറ്റ്സ് ഡെഫിനറ്റ്ലി വെരി വെരി സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ ഓൾ ഓഫ് us. ഇറ്റ് ഫീൽസ് സോ വെരി പേഴ്സണൽ. ടെൽ മീ ഹൗ സ്പെഷ്യൽ ഇസ് ദാറ്റ് ഫോർ യു? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. JFW മൂവി അവാർഡ്സിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സർവമായ നൽകിയ അവാർഡാണ്. അപ്പോൾ ആദ്യമേ നന്ദി അഖിലിനോട് പറയുന്നു, പ്രൊഡ്യൂസേഴ്സ്, ടീം മെമ്പേഴ്സ് എല്ലാവരോടും. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സിനിമ നന്നായിട്ടൊരു സിനിമയ്ക്ക് നല്ലൊരു റിസപ്ഷൻ കിട്ടി. നമ്മളെപ്പോൾ സിനിമ ചെയ്യുമ്പോഴും സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, പ്രേക്ഷകരുടെ തിയേറ്ററിൽ വന്ന് സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാ സിനിമകളും ചെയ്യാറ്. പക്ഷേ സർവമായയ്ക്ക് കിട്ടിയ സ്നേഹം വളരെ വലുതായിരുന്നു. ഓഡിയൻസിൻ്റെ സപ്പോർട്ടും വളരെ വലുതായിരുന്നു. ഈവൻ ഫ്രം ചെന്നൈ ഇങ്ങിരുന്നും നല്ല ரெஸ்பான்ஸ் கிடச்சது. ஈவன் ஆஃப்டர் OTT ரிலீஸ் நிறைய கால்ஸ் எல்லாம் வந்தது ஃப்ரம் சென்னை. அப்போது ஸோ ஹாப்பி. Thank you JFW for this award. That's so true actually, just not from Kerala, Tamil Nadu ന്നും ഒരുപാട് സ്ഥലം, even from North India, and ഇപ്പോൾ social media മൊത്തം ഇപ്പോൾ നിവിൻ്റെ തരംഗമായി മാറിയിരിക്കുകയാണ്. And actually we are very very happy to see Nivin in this ഒരു look and feel. Nivin is back എന്ന് പറയുന്ന പോലെ everybody were enjoying that. So എങ്ങനെ ഉണ്ടായിരുന്നു during shooting the film? ഷൂട്ടിംഗ് വാസ് ഫൺ. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. സ്ക്രിപ്റ്റ് നരേഷൻ കഴിഞ്ഞ് ഐ തിങ്ക് 10th day വി സ്റ്റാർട്ടഡ് ദ ഷൂട്ട്. ഒരു പ്രെപ്പിന് പോലും ഞാൻ ടൈം കൊടുത്തില്ല. നരേഷൻ കഴിഞ്ഞു. ഐ സെഡ് 10th day വി ക്യാൻ സ്റ്റാർട്ട് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ദ ഷൂട്ട്. അപ്പോൾ അങ്ങ് ഭയങ്കര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നു ആ ഹാപ്പിനെസ് സ്ക്രീനിലും റെസനേറ്റ് ചെയ്തു. അതായിരിക്കാം ഇതിൻ്റെ സക്സസിൻ്റെ റീസൺ എന്ന് കരുതുന്നു. യെസ്, സോ ഇങ്ങനത്തെ ഒരു സ്റ്റോറി, അതായത് ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റോറി, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഒരു എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഹൊറർ സിനിമകൾ കാണാറില്ല. കാരണം നമ്മൾ കൂടുതൽ സമയം ഷൂട്ടിംഗ്. Hi man of the year. Congratulations. Ninjada, you're so deserving of this award because you spread a lot of happiness and joy and lot of chiri. നിയോജന ആക്ച്വലി എന്നെ വടക്കൻ സെൽഫിയിൽ മാത്രമല്ല ചിരിപ്പിച്ചിട്ടുള്ളത്, സെറ്റിലും കുറേ ചിരിപ്പിച്ചിട്ടുണ്ട്, ഇൻ റിയൽ ലൈഫ്. ആൻഡ് ഇപ്പോൾ അവാർഡ് റിസീവ് ചെയ്യുമ്പോൾ ഞാനും അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ എം ഷുവർ നിവിൻചേട്ടൻ ചിരിച്ചേനെ. ആൻഡ് ഇത്രയും ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഇസ് ഡെഫിനറ്റ്ലി സംബഡി ദാറ്റ്സ് so deserving of Man of the Year. And it suits you, Man of the Year. I like it. 10 on 10. 10 on 10. ഷീസ് ആക്ച്വലി സോ ക്യൂട്ട്. ഞങ്ങൾ കരുതി സിനിമയിലാണ് യുനോ ആ ഒരു ചബിനെസ്സും ക്യൂട്ട്നെസ്സും, പക്ഷേ നോർമലായിട്ട് സംസാരിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണല്ലേ അഖിൽ? അതെ അതെ അതെ. ഡെലിവറിനെ കാസ്റ്റ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്തു ഡയലോഗ്സ് എല്ലാം. ഐ യൂസ് ടു ആസ്ക് ഹർ ഹൗ ഡു യു സേ ദിസ് ഡയലോഗ് ആൻഡ് ഷീൽ സേ 10 on 10. എല്ലാം പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കിയതാണ്. ചില ജെൻസി ടച്ചസ് എല്ലാം റിയയുടെ തന്നെയാണ്. ഓക്കെ, ഹൗ ഡിഡ് യു ആക്ച്വലി കാസ്റ്റ്? ബിക്കോസ് സിനിമ കാണുമ്പോൾ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്, എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസസ്, കാസ്റ്റിംഗ് മുതലെല്ലാം. അപ്പം എങ്ങനെയായിരുന്നു റിയനെ കാസ്റ്റ് ചെയ്തത്? ഹെയർ ആദ്യം നമ്മൾ ദിൽസയിലെ പ്രീതീസിൻ്റെയാണ് റെഫറൻസ് ആയിരുന്നത്. ദിൽസെ പ്രീതീസിൻ്റെ അങ്ങനെ കുറേ ഓൾമോസ്റ്റ് 6 months കിട്ടിയിരുന്നില്ല. റാൻഡോ ആയിട്ട് റീൽസ് സ്വൈപ്പ് ചെയ്തപ്പോൾ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രൊഡ്യൂസറുടെ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് സിംബ, ലയൺ കിങ്ങിലെ സിംബ ഹെയർ ആണ്. അപ്പോൾ അതാണ് ആദ്യം ക്യാച്ച് ആയിട്ട് തോന്നിയത്. എനിക്ക് എഴുതുമ്പോഴായിരുന്ന ഫേസ് ആയിട്ട് മാച്ചായി. പക്ഷേ സംസാരിച്ചപ്പോൾ വൺസ് വെരി ഫസ്റ്റ് കോളിൽ തന്നെ നമുക്ക് ഇവളാണ് ഡെലിലു എന്ന് മനസ്സിലായി. സാറ്റിസ്ഫൈങ്, പെർഫെക്റ്റ് കാസ്റ്റ് അല്ലേ? ഓക്കെ, നിവിൻ ഡു യു മിസ് ഡെലുലു? ആ സിനിമയിൽ കാണുമ്പോൾ നിവിൻ മാത്രമല്ല നമ്മളും മിസ് ചെയ്തോ? അയ്യോ ഡെലുലു പോയല്ലോ എന്ന്. ഹൗ ഡു യു ഫീൽ ലൈക്ക്? ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? വന്നു പോയി കഴിഞ്ഞാൽ ഒരു പേമാരി വന്ന് പോണ പോലെയാണ്, ഫുൾ ടൈം ബഹളമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പീസ് ഉണ്ട്, സമാധാനമുണ്ട്. ഓക്കെ, അഖിലിന് അതുപോലെ എന്തെങ്കിലും ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ആക്ച്വലി ഫ്രെയിം ഇറ്റ് ആൻഡ് ഹൗ ഡിഡ് യു സ്ക്രിപ്റ്റ് ഇറ്റ്? ഇല്ല, എനിക്കും നിവിനും പേടിയാണ് പ്രേതങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഞാൻ രാത്രി ഗേറ്റൊക്കെ അടയ്ക്കാൻ പോകുമ്പോഴൊക്കെ തിരിച്ചു ഓടുന്ന ആളാണ് അടച്ചിട്ട്. അപ്പോൾ പക്ഷേ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും നിവിനും പുലർച്ചെ 3 മണിക്ക് എഴുന്നേക്കായിരുന്നു അല്ലേ. എന്നിട്ട് നിവിൻ എനിക്ക് 3 മണിക്ക് എഴുന്നേറ്റ ഫോട്ടോ ഒക്കെ അയച്ചു തരും. എണീറ്റുണ്ടോ? റാൻഡോ ആയിട്ട് 3 o'clock 3 to 4 അതാണ് പ്രേതങ്ങൾ പാസ് ചെയ്യുന്ന സമയം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമയം ബ്രേക്ക് കൊടുക്കും. എനിക്ക് നിവിൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് രാത്രി 3:50. ഞാൻ ഇവിടെ എഴുന്നേറ്റു, അവിടെ എഴുന്നേറ്റോ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആൻഡ് നിവിൻ, കമ്മിങ് ടു യുവർ ലൈനപ്പ്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ ഒരു മൂവി ജേർണിനെ കുറിച്ച്. വി ഹാവ് പ്രേമലു ഡയറക്ടർ ഗിരീഷ് ഏടീൻ്റെ നെക്സ്റ്റ് മൂവി ഉണ്ട്. ആൻഡ് അൽഫോൻസ് പുത്രൻ സാറിൻ്റെ ഒപ്പം ഉണ്ടോ ഇല്ലേ?
അങ്ങനെയൊക്കെ ഒരു അൽഫോൺസ് റൈറ്റിങ്ങിലാണ്. റൈറ്റിംഗ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ഉണ്ടാവും, ഒരുമിച്ചൊരു സിനിമ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രേമം കഴിഞ്ഞുള്ള ഒരു കോംബോ അതെ അതെ, we are looking forward for that as well, and നിങ്ങളുടെ ഒരു കോംബോ we are looking back again also because already hit ആയിരുന്നു ഇപ്പോൾ നമ്മുടെ സർവ്വമായാൽ, and we are looking forward for that as well. ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിലേക്ക് ലാൻഡ് ആയിട്ടുണ്ട്. ബാക്കി നന്നായിട്ട് എഴുതിയേ ചെയ്യും. That's an exclusive update for us. ഇതിന്റെ ഭാഗമാണോ? അതായത് നിവിൻ ഭയങ്കര അഡിക്റ്റീവ് ആണ്. വൺസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അഡിക്റ്റീവ് ആണ്. അപ്പോൾ എനിക്ക് ഡീഅഡിക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതും നമ്മുടെ പാർട്ട് 2 രീതിയിൽ ഹൊറർ ഫീൽ ഗുഡ് അങ്ങനെ വി ആർ പ്ലാനിങ് എ റോം-കോം. ആഗ്രഹമാണ് റോം-കോം. ട്രൈയിങ് ടു മേക്ക് എ റോം-കോം. Okay, thank you very much for joining Akhil Satyan. You can be seated. Okay, so we have quickly some memes for you. നമ്മുടെ ടീം എടുത്തു വെച്ചിട്ടുണ്ട്. നെവിലിന് വാട്ട് ഇഫ് എന്ന് പറഞ്ഞ ഒരു മീംസ് ആണ്. യു ജസ്റ്റ് ഹാവ് ടു റിയാക്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അടിപൊളിയായിരിക്കും. ഹാപ്പി അല്ലേ? ഓക്കെ, വാട്ട് ഇഫ് ലിയോ മീൻസ് വാൾട്ടർ, എന്തായിരിക്കും? അല്ല, ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ അവസരം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ആരാണ് ഹാപ്പി ആവാത്തത്? ഓക്കെ, ഈ ഒരു സമയത്ത് ഐ ഷുഡ് ഡെഫിനറ്റ്ലി സേ അബൌട്ട് ദ ബെൻസ് ലുക്ക്. നല്ല ടെറിഫയിങ് അടിപൊളി ലുക്കാണ്. അത് ഡയറക്ടറാണ് ഡിസൈൻ ചെയ്തത്, ഭാഗ്യരാജ്. പുള്ളിയാണ് അതിൻ്റെ ഒരു മൊത്തം പിന്നിലുള്ളത്. അപ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയമെടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഓരോ സീൻസും പുള്ളി സമയമെടുത്ത് ഷൂട്ട് ചെയ്ത് ഒരു നല്ലൊരു വില്ലനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ വെൽക്കം ടു LCU യൂണിവേഴ്സ്. അടുത്ത മീം. ഇത് ആക്ച്വലി കുറേ കണ്ടിരുന്നു, ഇതിൻ്റെ ഇൻസ്റ്റയിലും ട്വിറ്ററിലൊക്കെ കുറേ കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ലാൽ സാറിനോടൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഒരുമിച്ച് ചെയ്യാന്നുള്ള പലപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ റൈറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ആയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നൊരു ഡയറക്ടർ വരണം, നല്ല റൈറ്റർ വരണം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു വെയിറ്റിങ്ങിലാണ്. ഹോപ്പ്ഫുള്ളി ഇതെല്ലാം സംഭവിക്കട്ടെ. നിവിൻ ആക്ച്വലി തമിഴിൽ മെയ്യഴകൻ കണ്ടിരുന്നുണ്ടോ? ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം അത് മെയ്യഴകൻ ഫസ്റ്റ് കണ്ട് തീർന്നു. അത് അന്നത്തെ ദിവസം അങ്ങനെ കിടന്നുറങ്ങി. പക്ഷേ സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ ആയിട്ട് ഈ സിനിമ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇതിങ്ങനെ ഇവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തികിനെ കുറിച്ചും അല്ലെങ്കിൽ അരുൺ സ്വാമിനെ കുറിച്ചും ആ ലൈഫും ആ മൊമെൻറ്റ്സും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണ്. നമുക്ക് ആ ഇമോഷൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടും ഈവൻ ഫോർ 1 week 2 weeks നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റൈറ്റർ ആൻഡ് ഡയറക്ടറിൻ്റെ കഴിവാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം ദ ഫാൻസ് ഓഫ് നിവിൻ പോളി. നീ ആരോടാ ചോദിച്ചേ? ഏയ് ഇങ്ങ പറ. ഏയ് என்ன உங்க பேர் என்ன? உங்க பேர் என்ன? அவங்க പേര് ജോർജ് കുട്ടി. ജോർജ് കുട്ടി. ഭയങ്കര കലിപ്പന്മാരാണ് രണ്ടാൾക്കാരും. ഓക്കെ, ദാ സ്പെഷ്യൽ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഫോർ യു. വുഡ് യു ലൈക്ക് ടു ട്രൈ? கேக் சாப்பிடுறியா? இறக்கி விடுவா. கேக் சாப்பிடுறியா வேணாமா சொல்லு. நான் ஜார்ஜ் குட்டியா? ഓക്കെ, അവർക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ജോർജ് കുട്ടി, വലിയ ജോർജ് കുട്ടിയുടെ ഒപ്പം ഒരു വാക്ക് പോണം. ഓക്കെ ഓക്കെ, Sir Nagraj sir, can we hear a few words from you please? நிவின் சார், நான் இன்றைக்கி உங்களை முண்டோட எதிர்பார்த்தேன். நீங்கள் பேண்ட் செட்டோடு வந்துட்டீங்க. நான் உண்மையிலேயே ரிஸ்க் தான் சார். அதனால நீங்கள் இந்த பிரேம் படம் 2015 பண்ணியிருப்பீங்கன்னு நினைக்கிறேன். அப்போ வந்து கருப்பு கலர் சட்டு, வேட்டியில் கருப்பு கலர் பார்டரு, படம் முழுவதுமே ஞாபகம் இருக்கா உங்களுக்கு? ஞாபகம் இருக்கு. எதுக்கு சொல்ல வர்றேன்னா, இன்றைக்கி இந்த வேட்டி தமிழ்நாடு, சவுத் இந்தியா மட்டும் இல்லை, இந்தியா மட்டும் இல்லை, உலகத்தில் இருக்கிற அத்தனை இந்தியன்ஸும் வேட்டி கட்ட வச்சது இந்த ராமராஜ் காட்டன். 2015 அந்த மேட்சிங் வேஷ்டி உங்கள் படத்தெல்லாம் பார்த்து அங்கே இருக்கிற அந்த பேட்டனை அப்படியே எடுத்து கொண்டு வந்து தமிழ்நாட்டில் பண்ணோம். இன்றைக்கி எங்கே பார்த்தாலுமே அந்த மேட்சிங் இருக்கிற அளவுக்கு கொண்டு வந்திருக்கோம். அது கேரளாவிலேருந்து வந்ததை.
இன்றைக்கி எல்லா ஷோரூம்லேயுமே நீங்கள் தெரிஞ்சுக்கிறதுக்காக சொல்கிறேன், இன்றைக்கி எல்லா ஷோரூம்லேயுமே நாங்கள் ஓப்பன் பண்ணுற போது கேரளாவுடைய செண்டை மேளத்தை வச்சு தான் ஓப்பன் பண்ணுவோம். எல்லோரும் கேட்பாங்க, நம்ம தமிழ்நாட்டில் பண்ணுறோம், கேரளாவில் இந்த ஆந்திராவில் பண்ணுறோம், தெலுங்கானாவில் பண்ணுறோம், அங்கத்தை வாத்தியத்தை வச்சு பண்ணலாமே அப்படின்னு. நான் சொன்னேன், வேட்டி நான் ஆரம்பிக்கிற போது எனக்கு ஃபஸ்ட்டு என்ட்ரி கொடுத்தது கேரளா ஸ்டேட். ஏன்னா அங்கே தான் எல்லோரும் வேட்டி கட்டுவாங்க. அங்கே இருக்கிற கிளையை வெட்டி கொண்டு வந்து வச்சது தான் இங்கே தமிழ்நாடு, சவுத் இந்தியா, இந்தியா இவ்வளோ முழுதும் போனதுக்கு. அந்த நன்றியை மலையாள நாட்டுக்கு மறக்கக்கூடாதுங்கிறதுக்காக எல்லா ஷோரூம் ஓப்பனிங்குமே வந்து அந்த செண்டை மேளத்தை வச்சு தான் இன்றைக்கி வரைக்கும் பண்ணிகிட்ருக்கேன். இன்றைக்கி கேரளாவில் வந்து நாங்கள் வேட்டி கட்டணும்னு சொல்ல வேண்டியதே இல்லை. எல்லாருமே காலையில் எழுந்திரிச்சு வேட்ரூப்பில் இருக்க வேட்டியை எடுத்து கட்டிட்டு ஒரு நியூஸ் பேப்பரோட ஒரு குடையோடு வெளியே வர்றது ஒரு யூனிஃபார்மாக இருக்குது. அந்த அளவுக்கு அந்த வேட்டி அங்கே கட்டுறதுனால இன்றைக்கி இந்த ராமராஜ் வந்து இன்றைக்கி இந்த வேட்டி கலாச்சாரத்தை உலகம் முழுவதும் எடுத்துகிட்டு போயிருக்குது அப்படின்னா அது கேரளாவுக்கு தான் அந்த பெருமை. அது உங்களுக்கு சொல்லி நான் இந்த நேரத்தில் இந்த மேடையை பகிர்ந்து. தேங்க்யூ சார். Thank you very much, Nivin. தேங்க்யூ ஸோ மச். ഇത് പറയില്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് പോകാൻ പറ്റില്ല. ചെന്നൈയിൽ നിന്നേ പോകാൻ പറ്റില്ല. അത് തന്നെ. Twin Birds JFW Movie Awards 2026. Title sponsor Twin Birds. Wear it, feel it, love it. Powered by Mrudu Towels from Ramraj. Super soft, super absorbent. Shakti Masala. 49 வருடங்களாய் உங்களுடன். சக்தி மசாலா இல்லங்களில் உள்ளங்களில். ஸ்ட்ரெங்க் பார்ட்னர் காவேரி TMT Bars and Structural. கம்பீரத்தின் அடையாளம். வார்ட்ரோப் பார்ட்னர் ரம்யம் சாரீஸ் அண்ட் குர்தீஸ் from the House of Ramraj.